TMCയുടെ തന്നെ എംപിമാരും MLA മാരുമൊക്കെ BJPയിലേക്ക് പോകാൻ ഒരു ചരടുവലി നടക്കുന്നു. അതുപോലെ തന്നെ BJP CPMന് വളരാനുള്ള ഒരു മണ്ണായി ഒരു സ്ഥലങ്ങളിൽ അവിടെ CPMനുണ്ടായ 30% വോട്ട് വർധനവ്. അപ്പൊ എന്താണ് ബംഗാളിൽ നടക്കുന്നത്? BJP CPMന് വളരാനുള്ള ഒരു മണ്ണാക്കി ഈ ബംഗാളിനെ മാറ്റിയെടുക്കുകയാണോ? TMCയുടെ ഭാവി എന്താകും? സാറിന് എന്താ തോന്നുന്നത്? അത് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ BJP CPMന് ഇഷ്ടം പോലെ സ്പേസ് കൊടുക്കുന്നുണ്ട്. അവർ അധികാരത്തിൽ വന്നതിന് ശേഷം സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ തന്നെ അവർ ചെയ്തത് ഗണശക്തി എന്ന് പറഞ്ഞ അവരുടെ ബംഗാളി മുഖപത്രമുണ്ട് BJP CPMന്റെ. അതായത് അവിടുത്തെ ബംഗാളിലെ ദേശാഭിമാനി. ആ പത്രത്തിന് മമതാ ബാനർജി അധികാരത്തിൽ വന്ന അന്ന് തൊട്ട് ഇന്നവരെ ഗവൺമെന്റ് പരസ്യം കിട്ടിയിരുന്നില്ല. സുവേന്ദു അധികാരി ആദ്യം എടുത്ത നടപടികളിലൊന്ന് ഈ ഗണശക്തിക്ക് ഗവൺമെന്റ് പരസ്യം റിലീസ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. അതിനുശേഷം തൃണമൂൽ കോൺഗ്രസ് സ്വന്തമാക്കിയിരുന്ന പഴയ CPM ഓഫീസുകളൊക്കെ അവർക്ക് തിരിച്ചു നൽകി, CPMന് തിരിച്ചു കൊടുത്തു. പക്ഷെ CPM ആദ്യമായിട്ട് നടത്തിയ പ്രകടനം, ഈ സുവേന്ദു അധികാരി അധികാരത്തിൽ വന്ന് ആദ്യമായിട്ട് നടത്തിയ പ്രകടനം BJPക്കും സുവേന്ദു അധികാരിക്കും എതിരായിട്ടായിരുന്നു. ഭരണം ഏറ്റെടുത്തേ ഉള്ളൂ. അവിടെ ഒന്നും ചെയ്യണതിന് മുമ്പ് തന്നെ അവര് എന്താ പറയണ ജനങ്ങൾക്കെതിരായിട്ടും അല്ല ഗവൺമെന്റിനെതിരായി BJP ഗവൺമെന്റിനെതിരായി പ്രകടനം നടത്തി. അവർക്ക് പ്രകടനം നടത്താൻ സ്വാതന്ത്ര്യം കിട്ടിയത് അപ്പോഴാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് അവർ പ്രകടനം നടത്തുന്ന അപ്പോഴാണ്. അതല്ലെങ്കിൽ TMCക്കാരെ കിട്ടുന്നതിന് വെച്ച് മാർക്സിസ്റ്റുകാരെയൊക്കെ കുത്തിക്കൊല്ലുമായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് വേറൊരു പ്രശ്നമുള്ളത്, ഒരു സുവേന്ദു അധികാരിയുടെ പ്രധാന ചുമതല എന്ന് പറയുന്നത് ക്രമസമാധാന നില പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുക എന്നുള്ളതാണ്. അതിന് അവര് നടപടി എടുത്തു തുടങ്ങിയപ്പോഴാണ് തൃണമൂൽ കോൺഗ്രസ്സുകാര് പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം ഈ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തൃണമൂൽ കോൺഗ്രസ് ബംഗാളില് മാർക്സിസ്റ്റ് പാർട്ടിക്കാരല്ല BJPക്കാരെ തല്ലി കൊല്ലാനും തീ വെച്ച് കൊല്ലാനും ഒക്കെ തുടങ്ങി. അവർ മുഴുവൻ ഗുണ്ടകളാണ്. ഈ തൃണമൂൽ കോൺഗ്രസിൽ മൊത്തം ഗുണ്ടകളാണ്, ഗുണ്ട ഭരണമാണ്, ഔട്ട്സോഴ്സിംഗ് ആണ്. പാർട്ടിയെ വളർത്തുന്ന ചുമതല ഗുണ്ടകൾക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുത്തേക്കാണ്. ഓരോ പ്രദേശത്തും ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഓരോ ബൂത്തിൽ വരെ ഗുണ്ടകളെയാണ് അപ്പോയിന്റ് ചെയ്തത്. അപ്പൊ ഗുണ്ടകൾ ആൾക്കാരെ പേടിപ്പിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യായിരുന്നു. അപ്പൊ ഇത് മറ്റേ ഹിന്ദുക്കളാണ് കൂടുതലും മരണപ്പെടുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷണമൊന്നും നടത്തൂല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ഇവര് ആ കേസുകളൊക്കെ പുനഃപരിശോധിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോ കുറെ അധികം പേരെ ഈ കൊലപാതകത്തിനും പിന്നെ കൊലപാതക ശ്രമത്തിനും അതുപോലെ വനിതകളെ ദ്രോഹിച്ചതിനും ഒക്കെ ആയിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് പ്രതിഷേധിച്ച് ഈ ഒരു ബംഗാളി സോനാർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സഞ്ജയ് കർമാർക്കർ എന്ന് പറയുന്ന ഒരു തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ, ലോക്കൽ നേതാവ് കൊല്ലപ്പെട്ടു. അയാള് മെയ് 5 മറ്റാണ് അയാൾ കൊല്ലപ്പെട്ടത്. അതെങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാള് പരിക്ക് പറ്റി ഇരുന്നിരുന്നതാണ്. പക്ഷെ ആശുപത്രിയിലൊന്നും പോയിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് അയാൾക്ക് അസുഖം കൂടി കഴിഞ്ഞപ്പോൾ അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അയാളൊരു മയക്കുമരുന്ന് അഡിക്റ്റ് ആയിരുന്നു എന്നാണ് നാട്ടുകാർ മുഴുവൻ പറയുന്നത്. എന്നാണ് ബംഗാളിലുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെയുള്ളവർ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ദെൻ ഒരു സ്വത്ത് തർക്കം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് അടി നടന്നു. ആ അടിയിൽ പരിക്കേറ്റിട്ടാണ് ഇയാളെ ആശുപത്രി കൊണ്ടുപോയതെന്നും പിന്നെ അയാൾക്ക് സെറിബ്രൽ ഹീമറേജോ ഹൃദ്രോഗമോ വന്നിട്ടാണ് മരിച്ചതെന്നും പറയുന്നു. അങ്ങനെയാണ് ഈ കർമാർക്കർ മരിച്ചത് സോനാർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ദെൻ അത് കാണാൻ ആ സോനാർപൂരിലെ അയാളുടെ വീട്ടിലേക്ക് മമതാ ബാനർജിയുടെ മരുമകനും അതുപോലെ തൃണമൂൽ കോൺഗ്രസിന്റെ പാർലമെന്ററി നേതാവുമായ അഭിഷേക് ബാനർജി പോകണം. അവിടെ വെച്ച് ജനങ്ങൾ അയാളോട് മോശമായിട്ട് പെരുമാറുകയും ചീമുട്ടേറുകയും തല്ലുകയും വസ്ത്രമൊക്കെ വലിച്ചു കീറുകയൊക്കെ ചെയ്തു. പക്ഷേ അത് മുഴുവൻ തൃണമൂൽ കോൺഗ്രസിന്റെ ആൾക്കാരായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പോലീസുള്ള നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട 3 TMC നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സോനാർപൂരിൽ, ഇയാളെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിന്. ഈ അഭിഷേക് ബാനർജിയെ.
അത് വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടന്നത്. ശനിയാഴ്ച അവരുടെ പാർട്ടിയുടെ ചീഫ് വിപ്പ് ഉണ്ട് പാർലമെന്റിൽ, ലോക്സഭയിൽ, കല്യാൺ ബാനർജി. കല്യാൺ ബാനർജി ഒരു രസികനാണ്, വളരെ തമാശയൊക്കെ ഉണ്ടാക്കി സൃഷ്ടിക്കും. അപ്പൊ അദ്ദേഹം ഹുഗ്ലിയില് ഈ അഭിഷേക് ബാനർജീനെ ആക്രമിച്ചതിൽ കുറിച്ച് പരാതി നൽകാനായിട്ട് ഹുഗ്ലിയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ കുറെ ആൾക്കാർ സംഘം ചേർന്ന് അയാളെ ദേഹോപദ്രവം ഏൽപ്പിച്ചു, തല്ലി, കല്ലെറിഞ്ഞു, വടികൊണ്ട് അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം താഴത്ത് വീണു. വീഡിയോ ചിത്രങ്ങളിൽ അയാൾക്ക് പരിക്ക് പറ്റിയതായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ തലയിൽ വലിയ മുറിവ് വന്നു, മേത്ത് മുഴുവൻ ചോരയായി. പക്ഷെ അദ്ദേഹം ഇട്ടുന്ന ഡ്രസ്സിനകത്ത് ചോരയൊന്നും കാണാനില്ല. ഇനി അത് അപ്പൊ തന്നെ സ്പോട്ടിൽ തന്നെ അദ്ദേഹം ഡ്രസ്സ് മാറിയോന്ന് എനിക്കറിയില്ല. ഞാൻ ടി വിയിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. വീണു, താഴത്ത് വീണു എന്നുള്ളത് ശരിയാണ്. അപ്പൊ താഴത്ത് വീണുമ്പോൾ മേലെ ചെളിയൊക്കെ ആവുമല്ലോ റോഡിൽ വീഴുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു BJP ഗവൺമെന്റ് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് ബംഗാളിലാകെ എന്നാണ് കല്യാൺ ബാനർജി പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നതിന് വലിയ ഗൗരവമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നല്ലൊരു തമാശക്കാരനാണ്. എപ്പോഴും അദ്ദേഹം ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്ന്. പിന്നെ വേറൊന്നുള്ളത്, അനധികൃതമായിട്ട് സ്ഥലം കയ്യേറിയവരെ ഒഴിപ്പിക്കാനായിട്ട് പല നോട്ടീസും അയച്ചിട്ടുണ്ടായിരുന്നു. ആ നോട്ടീസിനൊന്നും അവർ മറുപടി കൊടുത്തില്ല. അങ്ങനെ എസ്പ്ലനേഡിലാണ് തിരക്കേറിയ സ്ഥലത്ത് കൽക്കത്തയില് ഈ അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കാനായിട്ട് അവർ ബുൾഡോസർ വിട്ടപ്പോൾ അവിടെ വലിയ കലാപം സൃഷ്ടിക്കാൻ തുടങ്ങി. പോലീസ് ലാത്തി ചാർജില്ല. അപ്പൊ അതിനൊക്കെതിരെ പ്രതിഷേധിക്കാനായിട്ടിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. അപ്പൊ ഇന്നലെ തൃണമൂൽ കോൺഗ്രസിന്റെ MLA-മാരുടെ ഒരു യോഗം ഈ മമതാ ബാനർജി, മുൻ മുഖ്യമന്ത്രി, അവരുടെ വീട്ടില് വിളിച്ചു കൂട്ടി കാളിക്കട്ടില്. 80 MLA-മാരുണ്ട്. പക്ഷെ അതിൽ 20 MLA-മാരെ പങ്കെടുത്തുള്ളൂ. ഇത് സത്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല MLA-മാരും BJP-യിലേക്ക് കാലും മാറാനായിട്ട് കാത്തിരിക്കുക. അതുപോലെ ഒരു MP കാഗോലി ഘോഷ് ദസ്തിദാർ എന്ന് പറഞ്ഞ MP പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതില്ല. അവര് മമതയായിട്ട് സംസാരിക്കാറും കൂടിയില്ല, മമതയ്ക്ക് മുഖം കൊടുക്കാറില്ല. തൃണമൂൽ കോൺഗ്രസിന്റെ എല്ലാ ഔദ്യോഗിക പദവികളിൽ നിന്ന് അവർ രാജിവെച്ചു. ഇനിയിപ്പോ ലോക്സഭാ അംഗത്വം മാത്രമേ അവർക്ക് രാജിവെക്കാൻ ബാക്കിയുള്ളൂ. പക്ഷെ അവർ വെയിറ്റ് ചെയ്യാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ MP-മാരുടെ നല്ലൊരു ശതമാനവും MLA-മാരുടെ നല്ലൊരു ശതമാനവും BJP-യിലേക്ക് ക്രോസ് ഓവർ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് അതിന്റെ കൂട്ടത്തിൽ BJP-യിൽ കയറാമല്ലോ. അപ്പൊ പിന്നെ രാജിവെക്കണ്ടല്ലോ അങ്ങനെ വരികയാണെങ്കിൽ. അപ്പൊ ആ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. തൃണമൂൽ അപ്പൊ 80 പേര് വിളിച്ചിട്ട് അവർ 20 പേരെ വന്നുള്ളൂ. ആ 20 MLA-മാരെയും ആയിട്ട് മമത ചർച്ച നടത്തി അവരെയൊക്കെ പറഞ്ഞു വിട്ടു. എന്നിട്ട് നാളെ അവര് കൽക്കത്തയിൽ ഒരു വലിയ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും BJP ഗവൺമെന്റ് അടിച്ചമർത്തണമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വലിയ പൊതുയോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. മമതയായിരിക്കും ആ റാലിയെയും നയിക്കുകയും പൊതുയോഗത്തിൽ അവരെ അഡ്രസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് അവിടുത്തെ സംഭവം മുഴുവൻ. ഇപ്പോ TMC-യിൽ നിന്ന് MLA-മാരും MP-മാരും ഒക്കെ BJP-യിലേക്ക് പോകാനുള്ള ആലോചനകൾ നടക്കുന്നു. അപ്പോ ഇങ്ങനെ പോകുന്ന സമയത്ത് TMC-ക്ക് അവിടെ പിന്നീട് ഒരു സ്ഥാനമില്ലാതെ വരികയും അതുപോലെ തന്നെ BJP ഇപ്പോ CPM-ന് ഇപ്പോ മമത ഉണ്ടായിരുന്ന സമയത്ത് പോലും പാർട്ടി ഓഫീസുകളൊന്നും തുറക്കപ്പെടാതിരുന്ന ഒരു കാര്യമായിരുന്നു CPM-നെ സംബന്ധിച്ച് ബംഗാൾ. അപ്പൊ ഇപ്പോൾ പാർട്ടി ഓഫീസുകളൊക്കെ തുറക്കപ്പെടുന്നു. ഫാൽത്തയിലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷനിൽ CPM-ന് വലിയ തോതിൽ ഒരു നേട്ടമുണ്ടാകും. 30% വോട്ട് ഷെയർ കിട്ടുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ TMC ഇല്ലാതാവുകയും CPM വളരുകയാവില്ലേ ബംഗാളിൽ ചെയ്യുന്നത്? അത് നമ്മള് കാണേണ്ട 2 ആംഗിളുണ്ട്. ഒന്ന്, ഇതൊരു ടെമ്പററി സെറ്റ് ബാക്ക് ആയിട്ട് എടുക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് എങ്കിൽ അവർക്ക് തിരിച്ചു വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഇപ്പൊ എന്താ നടന്നിരിക്കണേന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഫാൽത്തയില് നിയമസഭാ തെരഞ്ഞെടുപ്പില് ഇത്ര വോട്ട് ഇവർക്ക് കിട്ടാൻ കാരണം? ആ മുസ്ലിംസ് മുഴുവൻ, ആ കോൺസ്റ്റിറ്റ്യുവൻസിയില് മുസ്ലിം സമുദായക്കാർ മൊത്തം ഇതിനു മുമ്പ് തൃണമൂൽ കോൺഗ്രസിനാണ് വോട്ട് ചെയ്തിരുന്നത്. തൃണമൂൽ കോൺഗ്രസ് ഇനിയിപ്പോ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തു. അപ്പൊ മറ്റൊരു തൃണമൂൽ കോൺഗ്രസ് ആവാനായിട്ടുള്ള ശ്രമത്തിലാണ് CPIM. പക്ഷെ CPIM വളർന്നു വരുന്നത് BJP-ക്ക് ക്ഷീണാണ്. BJP നൽകുന്ന സ്പേസ് ഉപയോഗിച്ചിട്ട് അവർ BJP-നെ ആക്രമിക്കും എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അപ്പൊ അതിന് BJP എന്തെങ്കിലും കൗണ്ടർ
ആക്ഷൻ എടുക്കുമോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കിയിരിക്കണം. നമുക്ക് അറിയില്ല എന്താ ചെയ്യാൻ പോണെന്നുള്ളത്. തൃണമൂൽ കോൺഗ്രസ് തോൽക്കൊന്നില്ല. തൽക്കാലം അവർക്ക് ജനവികാരം അത്രമാത്രം എതിരായിരുന്നു അവർക്ക്. അവിടെ വളരെ ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടായിരുന്നു ബംഗാളിൽ നിന്നാണ് അവിടെ നിന്നുള്ള വാർത്തകളും ജനങ്ങളുടെ അഭിപ്രായമൊക്കെ പറയുന്നത്. അപ്പം ഈ CPM തൃണമൂൽ കോൺഗ്രസും ഇപ്പോ ബംഗാളില് പരസ്യമായിട്ട് ശത്രുക്കളാണെങ്കിൽ കൂടി ബംഗാളിന് പുറത്ത് അവർ ഒരു മുന്നണിയുടെ ഭാഗമാണ്. അതായത് ഇന്ത്യ അലയൻസിന്റെ ഭാഗമാണ് തൃണമൂൽ കോൺഗ്രസും CPIM. ബംഗാളിൽ മാത്രമാണ് അവര് രണ്ട് പാർട്ടികളായിട്ട് നിലനിൽക്കുന്നുള്ളൂ. ഇവരും ഇസ്ലാമിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ്. CPIM ഇസ്ലാമിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ്. ബംഗാളിന്റെ അതിർത്തിക്ക് പുറത്ത് ഇവർ രണ്ടു കൂട്ടരും ഒന്നാണ്. അവരൊരുമിച്ച് നിൽക്കുള്ളൂ. അതിപ്പോ ഇവൻ നമുക്ക് ലോക്സഭാ നടപടികളോ രാജ്യസഭാ നടപടികളോ ടെലിവിഷനിൽ കാണുമ്പോൾ ഈ സൻസദ് TV എന്ന് പറഞ്ഞ ഒരു ചാനൽ ഉണ്ടല്ലോ, അതിനകത്ത് ലൈവ് ടെലികാസ്റ്റ് ഉണ്ട് പാർലമെന്ററി നടപടികൾ. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും CPM കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും DMK-ക്ക് ഇപ്പോഴും ഒന്ന് തന്നെയാണ്. കാര്യം DMK-യും കോൺഗ്രസും തമിഴ്നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കും. അതൊക്കെ ആണെങ്കിലും അവർക്ക് അവര് തമ്മിലുള്ള സൗഹാർദ്ദം വളരെ എന്താ പറയുന്ന നമ്മുടെ സിനിമ എന്നതിൽ ശങ്കരാടി പറയുന്ന പോലെ അവര് തമ്മിലുള്ള ഒരു അന്തർധാര വളരെ ശക്തമാണ്. അത് വ്യക്തമാണ്, ഒരു അന്തർധാര ഉണ്ട് താനും. അപ്പൊ സംസ്ഥാനത്ത് വരുമ്പോഴാണ് ഇപ്പൊ കേരളത്തിലാണെങ്കിലും CPM കോൺഗ്രസും എതിർ പരസ്പരം ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എതിർ ചേരികളാണെങ്കിലും കേരളത്തിന് വെളിയിൽ അവർ തോളത്ത് കൈയിട്ടുണ്ടല്ലേ നടക്കണം. അപ്പൊ അങ്ങനെ ഒരു ഘടകമുണ്ട്. പക്ഷെ BJP അത് മനസ്സിലാക്കിയാൽ കൊള്ളാം, BJPക്ക് കൊള്ളാം. അതല്ലെങ്കിൽ BJPനെ വീണ്ടും ഗുണ്ടായുസം കാണിച്ച് BJPനെ ഇല്ലാതാക്കും അവര്. അത് BJP മനസ്സിലാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. സുവേന്ദു അധികാരി അത്ര മോശക്കാരനൊന്നുമല്ല. അദ്ദേഹം മമതാ ബാനർജിയുടെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ BJP-യിലേക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിച്ച് നിൽക്കുന്ന ഒരുപാട് MLA-മാരും MP-മാരും ഒക്കെ തൃണമൂൽ കോൺഗ്രസിനുണ്ടല്ലോ. അപ്പോൾ ഇവരെ അങ്ങ് പൂർണ്ണമായ വിശ്വാസ്യതയിൽ BJP എടുത്തിട്ടുമില്ല. അവരുടെ ലോയാലിറ്റി തെളിയിച്ചിട്ട് മാത്രമേ BJP-യിലേക്ക് സ്വീകരിക്കുള്ളൂ. അങ്ങനൊരു നിലപാട് കൂടി BJP എടുക്കുന്നുണ്ടല്ലോ. അതെ, പക്ഷെ ഈ പറഞ്ഞ പോലെ ഇവര് BJPക്ക് ഇപ്പൊ ഈ പറയുന്ന MLA-മാരെ കിട്ടിയില്ല എന്ന് എഴുതിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അവർക്ക് നല്ല വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് BJPക്ക് ബംഗാൾ നിയമസഭയിൽ. പിന്നെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ 10-15 MP-മാരെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് കിട്ടിയാൽ അവർക്ക് പാർലമെന്റിൽ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ഭൂരിപക്ഷം കിട്ടും. പാർലമെന്റിൽ ഇപ്പോഴും BJPക്ക് വളരെ കുറവ് സീറ്റല്ലേ ഉള്ളൂ, 240 സീറ്റ് അല്ലേ ഉള്ളൂ ലോക്സഭയിൽ. അപ്പൊ ഈ കുറച്ചുപേര് ഇതിനകത്തേക്ക് വന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിനിടയ്ക്ക് വേറൊരു വാർത്ത കേട്ടു, DMK-യും BJP നേതൃത്വവും തമ്മിൽ ചർച്ച നടത്തുകയാണ് സഖ്യമാക്കാനായിട്ട്. അങ്ങനെ വന്നാൽ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ 3-2 ഭൂരിപക്ഷത്തിന്റെ അടുത്തേക്ക് അവർക്ക് എത്താൻ പറ്റും അവരുടെ മുന്നണിയെയും കൊണ്ട്. അപ്പൊ നിയമങ്ങളൊക്കെ പാസ്സാക്കാൻ പറ്റും. അതൊക്കെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നത്. നമുക്ക് അറിയില്ലല്ലോ രാഷ്ട്രീയം ഇങ്ങനെ ഓരോ ദിവസവും. ഇന്നലെ കണ്ട രാഷ്ട്രീയ സിനാറിയോ അല്ല ഇന്ന് കാണുന്നത്. ഇന്ന് കാണുന്ന സിനാറിയോ അല്ല നാളെ കാണുന്നത്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതായിരിക്കാം പ്രധാന കാരണം പാർലമെന്റിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടുക. പിന്നെ അതുപോലെ ഇപ്പൊ അടുത്ത വർഷം 2027 രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് വരികയല്ലേ. അപ്പൊ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിലുള്ള ഓരോ വോട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ഇപ്പൊ അതിനു മുമ്പ് 2027 ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പുണ്ട്, പഞ്ചാബിൽ തെരഞ്ഞെടുപ്പുണ്ട്. പഞ്ചാബിൽ 2028 ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ അവർക്ക് സെക്യൂർഡ് ആക്കണം. അവർക്ക് അവരുടെ കാൻഡിഡേറ്റിനെ രാഷ്ട്രപതിയായിട്ട് തെരഞ്ഞെടുക്കണം. അപ്പൊ അതിന് അവര് വ്യക്തമായ ഒരു ഭൂരിപക്ഷം ആണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചില അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യായിരിക്കും. അതിന്റെ ഭാഗമായിട്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഉള്ളവനൊക്കെ ഒന്ന് BJP-യിൽ കയറി കഴിഞ്ഞാൽ 1979 BJPക്ക് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അന്ന് 4-5 പ്രധാന പ്രതിപക്ഷ കക്ഷികൾ മെർജ് ചെയ്ത് ഒന്നായി.
ഒന്നായി കഴിഞ്ഞ് ആദ്യമൊന്നും കുഴപ്പമുണ്ടായില്ല. 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും പ്രധാനമന്ത്രിയാവാൻ ആർത്തി പിടിച്ചു. അങ്ങനെയാണ് ആ പാർട്ടി 4 തട്ടിൽ പൊട്ടിപ്പോയത്. അന്ന് 3-2 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ജനതാ പാർട്ടിക്ക്. പക്ഷെ അവര് മര്യാദയ്ക്ക് ഭരിച്ചെങ്കിൽ അവർക്ക് 5 വർഷം ഭരിക്കായിരുന്നു, നല്ല കാര്യം ചെയ്യാമായിരുന്നു. അത് പക്ഷെ നടന്നില്ല. ഒരു പല കാരണങ്ങളുണ്ട് അത് തെറ്റിപ്പിരിഞ്ഞു. അങ്ങനെയാണ് അവർ ഡിസിൻറ്റിഗ്രേറ്റഡ് ആയി പോയത് ജനതാ പാർട്ടി. ഇപ്പൊ കുറെ ജനതകളുണ്ടല്ലോ, ജനതാദൾ എസ്, ജനതാദൾ യു, ജനതാദൾ ബി, പിന്നെ രാഷ്ട്രീയ ജനതാദൾ, ആ ജനതാദൾ, അങ്ങനെ കുറെ ജനതകളുണ്ട്. ഇപ്പൊ ഒരു 4 പാർട്ടി ചേർന്ന് ഒന്നായി, ഒരു പാർട്ടി വിഘടിച്ച് 4ആയി, പിന്നെ 4 8ആയി, അങ്ങനെ 16ആയി. അങ്ങനെ ഒരു പാൻഡോരാസ് ബോക്സ് തുറന്ന പോലെ ഇഷ്ടം പോലെ ജനതാദൾ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതേപോലെയുള്ള അവസ്ഥയൊക്കെ BJPക്ക് ഉണ്ടായേക്കും ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ. തീർച്ചയായും സാർ. അപ്പൊ ബംഗാളിന്റെ നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഒക്കെയാണ് താങ്കൾ നമ്മളോട് പറഞ്ഞു തന്നത്. വളരെയധികം നന്ദി.